നിങ്ങൾ ഈ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങൾ കണ്ടിട്ട് എന്തു പറയുന്നു? കണ്ണഞ്ചിപ്പോയില്ലേ? ഏതോ ഒരു മായാലോകത്ത് നിൽക്കുന്നത് പോലെ തോന്നിയില്ലേ? മനസ്സൊന്ന് കുളിർത്തില്ലേ? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ജപ്പാനിലെ ചെറി ബ്ലോസംസ് ആണ്. കഴിഞ്ഞ ഒരാഴ്ച ഞാനും ഹസ്ബൻഡും ജപ്പാൻ ടൂറിലായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ശരിക്കും ഒരു സാഹസികമായ യാത്രയായിരുന്നത്. പക്ഷേ ദൈവകൃപയാൽ ഞങ്ങൾക്ക് ജപ്പാൻ യാത്ര നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ സാധിച്ച് സസുഖം തിരിച്ചെത്തി. 8 ദിവസത്തെ ജപ്പാൻ യാത്രയിലെ കാഴ്ചകളൊക്കെ ഒത്തിരി പറയാനുണ്ട്. അതിനാദ്യമായിട്ട് ചെറി ബ്ലോസമിനെ പറ്റി തന്നെയാവട്ടെ. ചെറി ബ്ലോസത്തെ ജപ്പാനിൽ സക്കൂറ എന്നാണ് പറയുന്നത്. പടുകൂറ്റൻ ചെറി വൃക്ഷങ്ങളിൽ സ്പ്രിംഗ് സീസണിൻ്റെ ആരംഭത്തോടെ നിറയെ പൂക്കൾ വിടരും. ഒറ്റ ഇല പോലും ഇല്ലാതെ മുഴുവൻ ശിഖരങ്ങളിലും കുലകുലയായി പൂക്കൾ വിടരും. അതിനെയാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ഇത് ഒരു ഓർണമെൻ്റൽ ഫ്ലവറാണ്. ഈ മരത്തിലല്ല നമ്മൾ കഴിക്കുന്ന ചെറി ഫ്രൂട്ട് ഉണ്ടാകുന്നത്. പാർക്കുകളിലും മറ്റും ഈ വക ഓർണമെൻ്റൽ ചെറി ട്രീസ് ജപ്പാനിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ചെറി ട്രീസ് കാണാം. ജപ്പാൻ്റെ നാഷണൽ ഫ്ലവറാണ് ചെറി ബ്ലോസംസ്. ഈ ചെറി ബ്ലോസംസിൻ്റെ 100-ൽ പരം വെറൈറ്റീസുമുണ്ട്. നല്ല ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ് എല്ലാം കൂടി ചേർന്ന കളർ എന്ന് വേണ്ട അങ്ങനെ പല കളറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചില ചെറി ബ്ലോസംസ് ഒക്കെ കുലകുലയായി ധാരാളം ഇതളുകളോടെ കൂടിയവയും കാണാം. ചിലതൊക്കെ സിംഗിൾ ലെയർ ആയിട്ടുള്ള ഇതളുകളുള്ള ചെറി ബ്ലോസംസും കാണാം. ഈ ചെറി ബ്ലോസം സീസൺ എന്ന് പറഞ്ഞാൽ ഒരു മിഡ് മാർച്ച് തൊട്ട് മിഡ് ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ സീസൺ. ഒരു വർഷവും എക്സാക്റ്റ് ഡേറ്റ് പറയാൻ സാധ്യമല്ല. കാരണം അത് വെതറിനെ ആശ്രയിച്ചിരിക്കും ഈ ബ്ലോസംസ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ പൂക്കൾ വിടർന്നു കഴിഞ്ഞാൽ മഴയൊന്നും ഇല്ലെങ്കിൽ ഒരു 10 മുതൽ 14 ദിവസം വരെ മാത്രമേ ഇത് വൃക്ഷങ്ങളിൽ നിൽക്കത്തുള്ളൂ. മഴയാണെങ്കിൽ വേഗം തന്നെ കൊഴിഞ്ഞു പോകും. സെഞ്ച്വറീസ് ആയിട്ട് ജപ്പാൻകാർ ചെറി ബ്ലോസം സീസണിൽ ഈ ചെറിയ വൃക്ഷങ്ങളുടെ കീഴിൽ ഫെസ്റ്റിവൽസ് ഒക്കെ കൊണ്ടാടാറുണ്ട്. ഹനാമി എന്നാണ് ഇതുപോലത്തെ ബ്ലൂം ചെയ്തു വരുന്ന സക്കൂറയുടെ കീഴിൽ നടത്തുന്ന പാർട്ടിയെ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ പോയാലായിരിക്കും ഏറ്റവും കൂടുതൽ ചെറി ബ്ലോസംസ് കാണാൻ കഴിയുക. ഞങ്ങൾ പോയത് മാർച്ച് ലാസ്റ്റ് വീക്കിലായിരുന്നു. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ബ്ലൂമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ വൃക്ഷങ്ങളൊക്കെ ഈ പൂമുട്ടുകളെ വെളിയിലോട്ടൊന്ന് തള്ളി വിടാനായിട്ട് ആഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. കാരണം നിറയെ മുട്ടുകൾ ഇങ്ങനെ വിടരാൻ വെമ്പി നിന്നു. എന്നിരുന്നാലും ഒന്ന് നോക്കിക്കേ, ഈ വൃക്ഷങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ അറിയാതെ വാവ് എന്ന് പറഞ്ഞില്ലേ? ഇത് ടോക്കിയോയിലെ ഷിൻജൂക്ക ഗാർഡൻ ആണ്. ഇവിടെ ഈ ഗാർഡൻ നിറയെ ചെറി ട്രീസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങും ഇങ്ങും മാത്രമേ ചെറിയ വൃക്ഷങ്ങൾ പൂവണിഞ്ഞിട്ടുള്ളൂ. ഇതൊരൊറ്റ വൃക്ഷമാണ്. എന്തുമാത്രം പൂക്കളാണെന്ന് നോക്കിക്കേ. പിങ്ക് പൂക്കൾക്കിടയിലൂടെ കറുത്ത വൃക്ഷക്ഷേരങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ? അതുപോലെ ഈ പൂക്കൾക്കൊക്കെ വനിലയുടെ ചെറിയ വാസന കൂടിയാകുമ്പോൾ ഈ പൂക്കൂടാരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പോരാനേ തോന്നത്തില്ല. പക്ഷേ എൻ്റെ പൊന്നെ, ഒന്ന് തനിയെ ഈ പൂക്കൾക്കിടയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ഒത്തിരി വിഷമമായിരുന്നു. കാരണം അത്രയ്ക്കും ആളുകളാണ്. ആളുകൾ ഒഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാമെന്നും കരുതി ഞാൻ ഇച്ചിരി മാറി നിന്നു. പക്ഷേ ഒരു രക്ഷയും കണ്ടില്ല. പിന്നെ എല്ലാവരും ഉണ്ട്, എല്ലാവരുടെയും കൂടെ നമുക്ക് ഫോട്ടോ എടുക്കുവാണ്. നമ്മുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി, അല്ലാതെ ഒരു രക്ഷയില്ല. ഈ ഷിൻജൂക്ക ഗാർഡൻ ഒരു വലിയ പാർക്കാണ്. ഈ ഉണങ്ങിയ പോലെ നിൽക്കുന്ന പടുകൂറ്റൻ വൃക്ഷമൊക്കെ 2-3 ദിവസം കൊണ്ട് നിറയെ പൂക്കളാകും. അപ്പോൾ എല്ലാ വൃക്ഷങ്ങളും കൂടി പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കും. അതാണ് ഇവിടുത്തുകാർക്കൊക്കെ ഈ പാർക്കിൽ ചെറി ബ്ലോസമിൻ്റെ കീഴെ പിക്നിക്ക് നടത്തുന്നത്. ആളുകൾ ഇരുന്നും കിടന്നും എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കൂടെയൊക്കെ ആരൊക്കെ നിൽക്കുന്നതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. അവനെൻ്റെ ഫോട്ടോ ഉണ്ടോ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. വീഡിയോയിലൊന്നും നേരിട്ട് കാണുന്നതിൻ്റെ പകുതി ഭംഗി പോലുമില്ല. ടൂറിസ്റ്റുകളൊക്കെ ജപ്പാനിൽ വരുന്നത് മെയിനായിട്ട് ചെറി ബ്ലോസംസ് കാണാനായിട്ടാണ്. ഈ സീസണിൽ നമുക്ക് ഒരു സ്പോട്ട് കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. മുഴുവനും ഈ ചെറി ബ്ലോസംസ് ജപ്പാൻ ടൂർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ആളുകൾ മുഴുവനും, അതുകൊണ്ടൊരു 4-5 മാസം മുമ്പേ ആളുകൾ ബുക്ക് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ജപ്പാനിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കിലേക്ക് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഹൈ പീക്കാണ്, വില കൂടും, ടൂറിൻ്റെ പാക്കേജിൻ്റെ വില കൂടും, ഫ്ലൈറ്റ് ചാർജും എല്ലാം കൂടും. എന്നിരുന്നാലും ഇത് മുഴുവനും കൂടെ ഒന്ന് ബ്ലൂം ചെയ്ത് നിൽക്കുന്നത് കാണാൻ അപ്പോഴായിരിക്കും നല്ല ഭംഗി. പിന്നെ ഇത് ടൊഡാജി ടെമ്പിളിൻ്റെ മുമ്പിലുള്ള ഒരു ചെറി ട്രീ ആണ്. ഇത് വന്നിട്ട് വൈറ്റിഷ് പിങ്ക് ഫ്ലവറാണ്. എൻ്റെ പൊന്നെ, ഇത് കണ്ടിട്ട് ഞാൻ ശരിക്കും വായും പൊളിച്ച് അന്തിച്ചിരുന്നു പോയി എന്നുള്ളതാണ്. എന്നോ പടുകൂറ്റൻ വൃക്ഷമാണെന്നോ. ഒറ്റ ഇലയില്ലാതെ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ വിടവ് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. നിറയെ പൂക്കളാണ്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇത് വൈറ്റിഷായി തോന്നിയെങ്കിലും അടുത്ത് വന്നപ്പോൾ പിങ്കിഷ് ഷെയ്ഡായി മാറിയിട്ടുണ്ട്.
മഴയാണെങ്കിൽ ചാറുന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനും അതൊന്നും കൂസാതെ 2 വീഡിയോ എടുത്തു. കാരണം ആൾ മാറിയിട്ടൊന്നും ഒരു രക്ഷയില്ല. മഴ പെയ്താലും കുഴപ്പമില്ല, വെയിലാണെങ്കിലും കുഴപ്പമില്ല, ആളുകൾക്ക് ഈ ചെറി ട്രീസിൻ്റെ ചുവട്ടിൽ നിന്ന് മാറത്തേ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ജപ്പാനിലെ പ്രസിദ്ധമായ ചെറി ബ്ലോസം. ഒരു കാര്യം പറയാൻ മറന്നു, അമേരിക്കയിലെ വാഷിങ്ടൺ DC-യിലും ഒരു ചെറി ബ്ലോസം പാർക്കുണ്ട്. 1912 ജപ്പാൻകാർ അമേരിക്കയോടുള്ള ഫ്രണ്ട്ഷിപ്പ് ബിൽ ഡൊണേറ്റ് ചെയ്തതാണ്. സ്പ്രിംഗ് സീസണിൽ വാഷിങ്ടൺ DC-യിലോട്ട് ഈ ചെറി ബ്ലോസംസ് കാണാനുള്ള ജനങ്ങളുടെ കുത്തൊഴുക്കാണ്. അതുപോലെ തന്നെ ലാസ് വേഗസിൽ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ ചെറി ട്രീ ഉണ്ടായിരുന്നു. നിറയെ പൂക്കുമായിരുന്നു. അതുപോലെ മെർലാൻഡ് സ്ട്രീറ്റിൽ ഒരു സൈഡ് മുഴുവനും ചെറി ട്രീസാണ്. ലാസ് വേഗസ് മരുഭൂമി ആയതിനാൽ വലിയ വൃക്ഷമൊന്നും അല്ല കേട്ടോ, ചെറിയ ബുഷായിട്ടാണ്. പക്ഷേ എന്നാലും അത് നിറയെ പൂക്കളങ്ങ് വന്ന് നിൽക്കും. ഏകദേശം ഒരാഴ്ചയോളം നിൽക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഭയങ്കര കാറ്റുമൊക്കെ ആയതുകൊണ്ട് ഈ പൂക്കളിൻ്റെ ഇതളുകളെല്ലാം പറഞ്ഞു പോകും. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ലാസ് വേഗസിലും ഉണ്ടായിരുന്നു ചെറി ബ്ലോസംസ്. അങ്ങനെ ജപ്പാനിലെ ചെറി ബ്ലോസംസ് കണ്ടപ്പോഴേ ടൂർ കാശ് വസൂലായ പോലെ തോന്നി. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ, കൂടുതൽ കാഴ്ചകൾ പുറകാലെ വരുന്നുണ്ട്. കീപ് വെയിറ്റിംഗ്. ബൈ ഫോർ നൗ.